ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനം. ദൈവം അരുളി ചെയ്യുന്ന വചനങ്ങൾ, ദൈവം കൽപ്പിക്കുന്ന വചനങ്ങൾ, അത് എവിടെയാണ് സൂക്ഷിക്കപ്പെടേണ്ടത്? പുസ്തകത്തിൽ അത് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ലഭ്യവുമാണ്. എഴുതപ്പെട്ട വചനം പുസ്തകത്തിൽ ഇരുന്നതുകൊണ്ട് നമുക്ക് എന്താണ് പ്രയോജനം? ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലത്രേ എഴുതപ്പെടേണ്ടത്. ഹൃദയത്തിൽ എഴുതപ്പെടുന്ന വചനം നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ആ വചനം ഒരു വ്യക്തിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും തിരുത്തുകയും രൂപപ്പെടുത്തുകയും ആവശ്യമെങ്കിൽ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഹൃദയത്തിലാണ് ദൈവത്തിൻ്റെ വചനം എഴുതപ്പെടേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം എവിടെ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് പാപത്തിലേക്ക് പ്രേരണ കൂടുന്നത്? എന്തുകൊണ്ടാണ് പാപപ്രേരണയിൽ വശീകൃതനായി പോകുന്നത്? ദൈവവചനം ഹൃദയത്തിൽ എഴുതപ്പെടാത്തതിനാൽ തന്നെ. എഴുതപ്പെട്ട വചനം പുസ്തകത്തിൽ ഇരുന്നതുകൊണ്ട് എൻ്റെ ഹൃദയനില പരിശോധിക്കപ്പെടുന്നില്ല. എൻ്റെ ജീവിതത്തെ അത് രൂപപ്പെടുത്തുന്നും ഇല്ല. അതുകൊണ്ട് ഈ ദൈവവചനത്തെ ഹൃദയത്തിൽ എഴുതി പിടിപ്പിക്കുവാൻ, ആ വചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ എല്ലാവർക്കും ഭാഗ്യമുണ്ടാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സ്നേഹത്തോടെ പാറേക്കര അച്ഛൻ.